നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ശരീരം എത്ര നല്ല സർഗാത്മകമായ കോമ്പിനേഷനിലാണ് സൃഷ്ടിച്ചത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗം ചിന്തയായതുകൊണ്ട് ചിന്തയാം മണിമന്ദിരം ഏറ്റവും മേലെ തന്നെ പിടിപ്പിച്ചില്ലേ. ഈ തലച്ചോറ് കാലിന്റെ അടിയിലാണെന്നുള്ള സ്ഥിതി ആലോചിക്കുക. ഈ തലച്ചോറ് ഏറ്റവും മേലെ പിടിപ്പിച്ചു. അതിനാണല്ലോ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കൊണ്ട് പൊതിഞ്ഞില്ലേ. ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി തലയൊട്ടിയ. അതിന് തകരാറ് വരരുത്, ബാക്കി എന്ത് പറ്റിയാലും സഹിക്കാം. ഇതിന് തകരാറ് വന്ന പോക്കാന്ന് നമ്മളെക്കാൾ ആര് മനസ്സിലാക്കി? പ്രകൃതി മനസ്സിലാക്കിയില്ലേ. തലയോട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയും കേൾവിയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടല്ലേ പിന്നെ കണ്ണും കാതും വെച്ച്. ആ കാത് രണ്ട് സൈഡിൽ വെച്ചെന്തിനാന്നറിയോ? ഇങ്ങുന്നും കേൾക്കണം ഇങ്ങൊന്നും കേൾക്കണം. മുമ്പെന്ന് വരുന്നതിനെ തട്ടിത്തടയാൻ വേണ്ടി ഉള്ളിലേക്ക് വിടാൻ വേണ്ടിയിട്ടാ ഇത് ചുളുക്കി മടക്കി വെച്ചത്. അല്ലാതെ ഇത് പപ്പടം കാച്ചുമ്പോ ചുളുങ്ങിപ്പോയ പോലെ ചുളുങ്ങിയതല്ല. ഇത് ചുളുക്കി മടക്കി വെച്ച ചെവി എന്തിനാ? ഈ ശബ്ദം എവിടുന്ന് വന്നാലും തട്ടി ഉള്ളിലേക്ക് കടത്തി വിടുന്ന ഒരു ഔചിത്യം നോക്കൂ. ഇവിടെ ദൈവത്തെ കാണണോ? അതിന് ശേഷം അതിന് താഴെ രണ്ട് ഇറച്ചി കഷ്ണം വെച്ചതിന് ദൈവത്തോട് നന്ദി പറയണ്ടേ സ്ത്രീകളെ? ഇത് എല്ലിന്റെ എല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കാത് കുത്തണമെങ്കിൽ ഗ്രില്ല് വേണ്ടി വരൂലേ? ഇത് നല്ല മൃദുലമായ ഭാഗം പിടിപ്പിച്ചുകൊണ്ടല്ലേ നല്ല കമ്മലിട്ട് കുലിക്കാൻ പറ്റുന്ന, കുണ്ടലങ്ങൾ ഇടാൻ പറ്റുന്ന. അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞൂടെ? അത് കഴിഞ്ഞിട്ട് വായയിലേക്ക് ഭക്ഷണം പോകുമ്പോ ആ ഭക്ഷണം പ്രവേശിക്കുമ്പോ ഈ ഭക്ഷണത്തിന് എന്തെങ്കിലും തോന്നി വൃത്തികേടുണ്ടോ പഴയതാണോ എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ഗന്ധം അറിയാൻ വേണ്ടി കണക്കായിട്ട് മേലെ മൂക്ക് പിടിപ്പിച്ചു തന്നില്ലേ? കണ്ണിൽ പൊടി വരാതിരിക്കാൻ വേണ്ടി ഈ കണ്ണിന്റെ മേലെ ഒരു 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 സൺഷെയ്ഡ് വെച്ച് പിടിപ്പിച്ചില്ലേ? പുരികം. അല്ലാതെ നിങ്ങളെ വരക്കാൻ വേണ്ടിയിട്ടല്ല ഈ പുരികം, പൊടി വീഴാതിരിക്കാനാ. അതിന്റെ ഇപ്പുറത്ത് കൺപോള. ആ കൺപോളേന്റെ അറ്റത്തും ഒരു പീലി വെച്ച് തന്നില്ലേ? കണ്ണിൽ പൊടി വരാൻ പാടില്ല. ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വരുമ്പോഴേക്ക് നിങ്ങൾ ആ പൊടി കഴുകാൻ വേണ്ടി സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം അടിക്കണ്ടല്ലോ. അപ്പൊ തന്നെ കണ്ണുനീര് ഉൽപ്പാദിപ്പിച്ചിട്ട് ഒഴുക്കി കളഞ്ഞു തരുന്നല്ലേ? അതെന്തൊരു അത്ഭുത പരതന്ത്രമായ കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക. അവിടെയൊക്കെ ദൈവത്തെ കാണൂ. ആ മൂക്കിൽ പുരുഷന്മാരാണ് പുറത്തധികവും നടക്കുന്നതുകൊണ്ട് പൊടി മാറാതിരിക്കാൻ വേണ്ടി പുരുഷന്മാരെ മൂക്കിന് താഴെ കണക്കായി മീശ വെച്ച് തന്നില്ലേ? പൊടിയുടെ തടയാൻ. എന്നിട്ട് മൂക്കിലും രോമം വെച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളം തേച്ച് വെച്ചു. കാരണം പൊടിയാടെ പറ്റിയിട്ട് ശ്വാസകോശത്ത് പോകാതിരിക്കാൻ. വായ തന്നു. ആ വായക്കുള്ളിൽ മധുരവും എരിവും പുളിയും എല്ലാം രുചിക്കാനുള്ള നാവ് തന്നു. ആ നാവ് പല കോലത്തിൽ ചെരിക്കാനും മറിക്കാനും പറ്റാതെ വടി പോലെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ വർത്താനെല്ലാം പറയാൻ പറ്റുമോ?